ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരെയും വിശേഷം? അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ നോമ്പ് തുറ വിശേഷമൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ ഇന്ന് ജ്യൂസടി മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബോക്സ് മുന്തിരി കിട്ടീനെ. ഞാൻ തിന്നാൽ എന്തായാലും തീരൂല. അപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ചാൽ നമുക്കിങ്ങനെ ദാഹം മാറാൻ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ മുന്തിരിയിൽ ഇതാ നല്ലോണം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, സുർക്കയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിഷം ഉണ്ടാവുമല്ലോ, ഒക്കെ പോട്ടെ വിചാരിച്ചിട്ട് ഒരു ഉച്ചക്ക് അത് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ വൈകുന്നേരമായി, മുന്തിരി എല്ലാം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച് വന്ന് ഓഫാക്കി. പിന്നെ അതാ ഫ്രിഡ്ജിൽ നിന്ന് കട്ലറ്റ് എടുത്ത് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാൻ വേണ്ടി. ഇന്ന് മക്രൂണി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ചോറും പരിപ്പ് കറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് കറിക്കുള്ള പരിപ്പൊക്കെ ഇതാ കഴുകി കുക്കറിലിട്ട് തക്കാളി ഉള്ളിയും പൊടികളൊക്കെ ചേർത്ത് അതവിടെ വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി മക്രൂണി ഉണ്ടാക്കിയെടുക്കാം. അപ്പം മക്രൂണി ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് അതിന് അളവൊന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ ടേസ്റ്റ് ആയിരിക്കും മക്രൂണി ഉണ്ടാക്കുമ്പോൾ. എല്ലായിടത്തും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, പിന്നെ ഉള്ളിയും ഞാൻ അതിലേക്ക് തന്നെ ചിക്കന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കലാണ്, വേവിച്ചിടലല്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ ചിക്കൻ്റെ ടേസ്റ്റ് അതിൽ വരുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിയെല്ലാം ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മളതിലേക്ക് സോസ് ചേർക്കുകയാണ്. സോയാ സോസും ടൊമാറ്റോ സോസുമാണ് ഞാൻ ചേർക്കൽ. സോയാ സോസ് ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയി. നിങ്ങൾ ഒഴിക്കുമ്പോൾ അത്ര ഒഴിക്കേണ്ട കേട്ടോ, അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ. പിന്നെ മറ്റേ നൂഡിൽസ് മസാല ഇല്ലേ, അതാണ് പൊടിയായിട്ട് ചേർക്കുന്നത്, വേറൊന്നും ഞാൻ ചേർക്കില്ല. കുരുമുളക് എരിവ് ഇഷ്ടമുള്ളവർക്കാണ് കുരുമുളക് ചേർക്കുക. ഞാൻ കുരുമുളക് ഇടലില്ല, ഇതിന് തന്നെ ഒരു അത്യാവശ്യം എരിവുണ്ടാവും. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ചാൽ മക്രൂണിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലോണം വേവിച്ചെടുത്താണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ ഇവിടെ മക്രൂണിയും റെഡിയായി. പിന്നെ പരിപ്പ് കറി അപ്പളേക്കാട് അപ്പുറത്തെ അടുപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്ന് കടുകും വെളുത്തുള്ളി 2-3 ചെറുതാക്കി അരിഞ്ഞത്, തൊലിയൊന്നും ഇല്ലാണ്ട് ചെറുതാക്കി മുറിച്ചെടുത്ത്, കുറച്ച് ചെറിയ ജീരകം, ഇത്രയും സാധനം ഇട്ടാണ് പരിപ്പിന് വറവിടുന്നത്. അങ്ങനെ കറിവേപ്പില, അത് പരിപ്പ് നമുക്ക് വയറിന് ഗ്യാസാണല്ലോ, അപ്പോൾ ഇതൊന്നും ഇട്ടാൽ തീരെ ഗ്യാസ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പം ബാക്കി അതേ ചട്ടി തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ആ കട്ലറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുന്തിരി ജ്യൂസൊക്കെ മക്കളുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. പിന്നെ അല്ലാതെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഒന്നുമില്ല, ഇന്ന് ഫ്രൂട്ട്സ് ഒന്നുമില്ല. പിന്നെ വരുമ്പം വാങ്ങാൻ മറന്നുപോയി, അങ്ങനെ ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.